ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷന്റെ പേരും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിതനാകുന്നത് കെ സുരേന്ദ്രന് ശേഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ പത്മനാഭൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീധരൻപിള്ള വന്നു. അത് കഴിഞ്ഞ് വി മുരളീധരൻ വന്നു. വി മുരളീധരന് ശേഷം കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്ന് പരീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരിൽ വി മുരളീധരൻ തൊട്ടാണ് ഇവിടെ മലയാളികൾക്ക് ഓർമ്മ വരുന്നത്. കാരണം ആ സമയത്ത് ആണല്ലോ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. വി മുരളീധരന് ശേഷം കുമ്മനം രാജശേഖരൻ വന്നു, അദ്ദേഹത്തെ പരീക്ഷിച്ചു. നരേന്ദ്രമോദി നേരിട്ടാണ് അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത് എന്ന ആ സമയത്ത് ഒരു സംസാരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് ശ്രീധരൻപിള്ള വന്നു. ശ്രീധരൻപിള്ള വന്നു കഴിഞ്ഞപ്പോൾ ശബരിമല പ്രക്ഷോഭം വന്നു. അങ്ങനെ കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിതനായി. പക്ഷേ ഒരു പ്രതീക്ഷിച്ചത്ര ഒരു പെർഫോമൻസ് കെ സുരേന്ദ്രന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് അണികൾക്കിടയിൽ തന്നെ സംസാര വിഷയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി നിലനിർത്തുകയായിരുന്നു. വീണ്ടും ഞാൻ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിതനായി വന്നിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ ഇനി എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്നുള്ളതാണ്. കെ സുരേന്ദ്രന് ഇനി എന്ത് പദവിയായിരിക്കും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 23 ദിവസം കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കണ്ട അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയുന്നത്. 23 ദിവസം കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ വലിയ രീതിയിൽ അദ്ദേഹം സാമുദായിക വോട്ടുകൾ അടക്കം പിടിച്ചുകൊണ്ട് മുന്നേറാൻ അദ്ദേഹത്തിന് സാധിച്ചു. പോരാത്തതിന് 15,000 വോട്ടിനാണ് അന്ന് രാജീവ് ചന്ദ്രശേഖരൻ പരാജയപ്പെട്ടത്. അതെല്ലാം രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് ഒരു വലിയ ഘടകമായി മാറി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയിപ്പോ നാളെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ ബി.ജെ.പിയുടെ പ്രതീക്ഷ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, സുരേന്ദ്രൻ ഇനി എന്ത് ചെയ്യും? രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ കേരളത്തിലെ ഈ ശശി തരൂരിന് എന്ത് സ്വീകാര്യതയാണോ ഉള്ളത് അതേ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വലായി നിർത്താൻ ഇടതുപക്ഷത്തു നിന്ന് ഇതുവരെ ഒരു നേതാവില്ല എന്നുള്ളത് ഉണ്ട്. കാരണം ഒന്ന്, വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് പലയിടത്തും ഉയർന്നു വരുന്നത്. പല നേതാക്കന്മാരെ നമുക്ക് നമ്മൾ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവ് ആയാലും ഒപ്പം തന്നെ എസ് ജയശങ്കർ അടക്കമുള്ളവരെ നോക്കിക്കഴിഞ്ഞാലൊക്കെ എല്ലാവരും അക്കാഡമിക്കലി ആയിട്ട് വലിയ മികച്ച വിജയം വരിച്ചവരും ഒപ്പം തന്നെ നല്ല പ്രൊഫഷണൽസും ആയിരുന്നു. ഈവൻ അണ്ണാമല ആണെങ്കിൽ പോലും IPS നിന്നാണ് വരുന്നത്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത് ഈ ഒരു തനി രാഷ്ട്രീയം എന്ന ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. തനി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പ്രൊഫഷണലിസം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയം മുൻപോട്ട് പോയാലേ അത് നന്നാകൂ എന്ന് മനസ്സിലാക്കാം. കാരണം ഭാവിയുടെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പൊളിറ്റീഷ്യൻസ് അവരുടെ പ്രസ്താവനകളും മറ്റും ഇടുന്നതും അതിനെക്കുറിച്ച് ചർച്ചയാക്കുന്നതും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അത് ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷെ എല്ലാം ഇനിയിപ്പോ ടെക്നോളജിയുടെ ബലത്തിൽ ഒപ്പം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബലത്തിലൊക്കെ പോകുമ്പോൾ അതിന് കപ്പാസിറ്റി ഉള്ള നേതാക്കൾ തന്നെ കടന്നു തുടങ്ങും. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം 3 തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്. അദ്ദേഹം കഴിഞ്ഞ പൊതുമന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം സഹമന്ത്രി ആയിരുന്നു, ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ ഒക്കെ. അപ്പം അദ്ദേഹത്തിന് ഇന്റലിൽ വർക്ക് ചെയ്ത പരിചയമുണ്ട്. അവിടുത്തെ ചിപ്പ് നിർമ്മാണ ആ യൂണിറ്റിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഇതിനൊപ്പം തന്നെ രാഷ്ട്രീയം കൂടി ചേർത്ത് വെക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഈ പോണ്ടിച്ചേരി നിയമസഭയിൽ BJP അവിടുത്തെ ഭരണം പിടിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഒറ്റയാളെ കളത്തിലിറക്കിക്കൊണ്ടാണ് BJP അവിടെ ഈ തമിഴ് മാനില കോൺഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്, തമിഴ് മാനില കോൺഗ്രസിനെ അടർത്തിയെടുത്തുകൊണ്ട് BJPക്ക് ഭരണം കൈക്കുമ്പിളിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. അന്ന് അദ്ദേഹത്തിന് അവിടെ ചാർജ് ഉണ്ടായിരുന്നു, പോണ്ടിച്ചേരിയുടെ ചാർജ് അദ്ദേഹത്തിന്. അങ്ങനെ അതിനെ പുലർത്തിക്കൊണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ചാർജ്. അപ്പോൾ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി കാര്യങ്ങൾ അറിയാം. പക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിലെ BJP ഞണ്ടുകളുടെ പാർട്ടിയാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതായത് മുകളിലേക്ക് പോകുന്ന ഞണ്ടിന്റെ കാലെ പിടിച്ച് താഴത്തെ ഞണ്ട് വലിക്കും.
ആ ഞണ്ടിന്റെ താഴെ കാലെ പിടിച്ച് അടുത്ത ഞണ്ട് വലിക്കും. അങ്ങനെയാണ് പൊതുവെ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ സിസ്റ്റത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിരിക്കും. പക്ഷെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല, നമ്മളിനി ഇതിനകത്ത് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ടീം ആരൊക്കെയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, അതിപ്പോ ഒരു പ്രസിഡന്റിനും കഴിയില്ല. പകരം അദ്ദേഹത്തിന്റെ ടീം ആരൊക്കെയാകും വൈസ് പ്രസിഡന്റ്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ടോ, ജനറൽ സെക്രട്ടറി ആരാകും എന്നൊക്കെയുള്ള, കാരണം അവരുടെ ജില്ലാധ്യക്ഷന്മാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും ഒക്കെ അവർ ഓൾറെഡി തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരെ നയിക്കുന്ന തലപ്പത്തുള്ള ടീം ആര് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഗ്രൂപ്പ് വഴക്കിൽ കൂടെ മുൻപോട്ട് പോയ കാര്യം നടക്കില്ല എന്നൊരു ബോധ്യം നേതാക്കൾക്കുണ്ടെങ്കിൽ ഇത് നല്ലൊരു സുവർണാവസരം തന്നെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ആർക്കും ഒരു ദോഷം പറയാനില്ല, ഇല്ലെങ്കിൽ അഴിമതി പറയാനില്ല, ട്രോളുകൾക്ക് ഒന്നും വലിയ സ്ഥാനമില്ല. കാരണം അതിനുള്ള ഒരു വകയൊന്നും അദ്ദേഹം ഇതുവരെ നൽകിയിട്ടില്ല, ട്രോളർമാർക്ക് ഒരു വിരുന്നൊരുക്കിയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാനും കഴിയില്ല. ബാക്കി എല്ലാവരെ കുറിച്ചാണെങ്കിലും അവരുടെ ഗ്രൂപ്പ്, ഇവരുടെ ഗ്രൂപ്പ്, ഇവരുടെ കൂടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അങ്ങനെയില്ല. പക്ഷെ അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സ് എത്രമാത്രം വശമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. കേരള പൊളിറ്റിക്സ് അങ്ങനെ സാധാരണ ഒരു പൊളിറ്റിക്സ് അല്ല. കാരണം പ്രത്യേകിച്ച് ബി ജെ പിയുടെ പൊളിറ്റിക്സ്, അതിനകത്തുള്ള ഉൾവഴികളും മറ്റുമൊക്കെ ഈ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മുടെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ ചെവി തിന്നുന്നവന്മാരുണ്ട്. ചെവി തിന്നുന്നവരാണ് കൂടുതലും ഈ നേതാക്കന്മാരെ വഴിതെറ്റിക്കുന്നത്. ബി ജെ പിയിൽ അവരുടെ എണ്ണം വെച്ചിട്ട് കൂടുതലാണ്. അങ്ങനെ ചെവി തിന്നുന്നവർക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം ചെയ്യേണ്ടത്. കാരണം കൂടെ നിന്ന് നമ്മുടെ ചെവി തിന്നുന്നവൻ തന്നെ ആയിരിക്കും നമ്മുടെ കുഴി തോണ്ടുന്നതെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും സംഘടനാ സംവിധാനം വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു, അത് ഭംഗിയായി പോകും. പിന്നെ സുരേന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു മോശം പ്രസിഡന്റ് അല്ല. കാരണം അദ്ദേഹം കയറുമ്പോൾ നേമത്തെ സീറ്റ് നഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഇറങ്ങുമ്പോൾ തൃശ്ശൂരിലെ ലോക്സഭാ സീറ്റ് ജയിപ്പിച്ച നേതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നൊരു പദവി അദ്ദേഹത്തിന് എക്കാലവും ഉണ്ടാകും. കാരണം ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ രേഖപ്പെടുത്തുന്നത്. നേമത്ത് തോറ്റു. പിന്നെ അദ്ദേഹത്തിന്റെ ഈ 5 വർഷത്തെ കാലയളവിൽ ഒരു വിജയം പോലും ഇല്ലായിരുന്നെങ്കിൽ സുരേന്ദ്രൻ പരാജയപ്പെട്ട പ്രസിഡന്റ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടൊരു പ്രസിഡന്റ് അല്ല. കാരണം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ അതിനിടയിൽ ചെറുതും വലുതുമായ ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്താണ് ശ്രീ പി സി ജോർജും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് അടക്കം ഉള്ളവരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം, എ കെ ആന്റണിയുടെ മകൻ രാഷ്ട്രീയത്തിൽ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നതാണ്. അതിന്റെയൊക്കെ ചരടുവലികളും വഴികളും വേറെ ആയിരുന്നു എങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നതാണ്. പിന്നെ പാർലമെന്റിലേക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞു 2 കേന്ദ്രമന്ത്രിമാർ, അതിനൊന്ന് ജോർജ് കുര്യൻ. ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടം. മറ്റൊന്ന്, ഈ അവസാന സമയം സുരേന്ദ്രൻ പുറത്തേക്ക് പോകുന്ന, ഇപ്പൊ അധ്യക്ഷ പദവി ഒഴിയുന്നതിന്റെ അവസാന കാലഘട്ടം വന്നപ്പോൾ സുരേന്ദ്രന്റേതായ പവറുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോയിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്നു. പക്ഷെ ഇതും മറ്റൊന്ന്, ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന പേര് ശോഭാ സുരേന്ദ്രന്റെയും എം ടി രമേശന്റെയും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോ നിലവിൽ കേരളത്തില് സംസ്ഥാന ആകേണ്ട ആയ 2 സീനിയർ ആൾക്കാർ എന്ന് പറയുന്നത് എം ടി രമേശും ശോഭാ സുരേന്ദ്രനുമാണ്. അതിനപ്പുറത്തേക്ക് പേരുകളൊന്നുമില്ല. അവിടേക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ശശി തരൂരിന് എങ്ങനെയാണ് പൊതു സ്വീകാര്യത കിട്ടുന്നത്, രാഷ്ട്രീയത്തിനപ്പുറം പൊതു സ്വീകാര്യത എങ്ങനെയാണോ കിട്ടുന്നത്, അതിന് സമാനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന പൊതു സ്വീകാര്യത. രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിൽ അപ്പുറത്തേക്ക് ഒരു സ്കോളർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ, ഒരു കോർപ്പറേറ്റ് എന്ന നിലയിൽ, ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അടുത്ത ആളെന്ന നിലയിലൊക്കെ ഒരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. വെറുതെ ഒരു വാഗ്ദാനമല്ല അദ്ദേഹം ഇവിടെ നൽകിയത്. പകരം അദ്ദേഹം അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും, അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് വിളിച്ചു വരുത്തുകയും അതിനുവേണ്ട കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ ഒരു വികസനം, അതായത് പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തെ എന്തുകൊണ്ട് മന്ത്രിസഭയിൽ എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് വന്ന ഒരു വാർത്ത, നരേന്ദ്രമോദിക്ക് വലിയ താല്പര്യമായിരുന്നു ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ, IT മന്ത്രാലയത്തിൽ തന്നെ കൊണ്ടുവരാനുണ്ട്. കാരണം ഇപ്പൊ ഉടൻ തന്നെ നമ്മുടെ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലൊക്കെ സഭയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന ബില്ലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഇദ്ദേഹം ആണ് വലിയ കാലയളവിൽ അതിനുവേണ്ടി പണിയെടുത്തൊരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവരണം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ജയിച്ചു വന്നൊരു MP ഉണ്ട്, സുരേഷ് ഗോപി. അപ്പൊ അദ്ദേഹത്തെ മന്ത്രിയാക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജോർജ് കുര്യൻ, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം, രണ്ടുപേരും അർഹരുമാണ്. അവിടേക്കാണ് ഇദ്ദേഹത്തിന്റെ പേരൊന്ന് മാറ്റിയത്. അവിടേക്കാണ് അദ്ദേഹം ഇപ്പൊ വീണ്ടും ഈ
അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. ഈ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ, ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ അതൊരു വലിയ പൊൻതൂവലായിരിക്കും. കാരണം നാളിതുവരെ BJP ശ്രമിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചെറുതായി വഴുതിപ്പോയ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കുക. നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 83 പഞ്ചായത്തോ മറ്റോ BJPയുടെ കയ്യിലുണ്ട് കേരളത്തിൽ, BJP ND എല്ലാം കൂടെ ചേർന്നിട്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ആ റിസൾട്ട് പരിശോധിക്കും. ഇപ്പൊ എത്ര എണ്ണം കയ്യിലുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അതിന്റെ ഒക്കെ ഒരു എണ്ണം ഒരു 200 ഒക്കെ എത്തിച്ചു കഴിഞ്ഞാൽ, 250 ഒക്കെ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ വിജയം തന്നെ ആയിരിക്കും. അതിന് തൊട്ടു പിന്നാലെ 2026 കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 5-6 സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു വിജയം തന്നെയാകും. പിന്നെ മറ്റൊരു കാര്യം, ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം, കുറച്ചു നാൾക്ക് മുമ്പ് വത്തിക്കാനില് ഇദ്ദേഹം അടങ്ങുന്ന ഒരു സംഘമായിരുന്നു പോയിരുന്നത്. അവിടെ ഞാൻ ഓർക്കുന്നില്ല, ഒരു ബിഷപ്പിനെ വാഴ്ത്തുന്ന ചടങ്ങോ ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു ചടങ്ങിന് പോയിരുന്നു. ഇപ്പൊ നാളെ അദ്ദേഹം പോവുകയാണ്. നാളത്തെ അവിടെ യാക്കോബ സഭയുടെ ആണെന്ന് തോന്നുന്നു. അവിടെയും ഇതേപോലെ ഒരു ചടങ്ങിനാണ് അദ്ദേഹം പങ്കെടുക്കാൻ, മൈത്രാന്റെ എന്തോ ഒരു ചടങ്ങിനാണ്, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ആ ചടങ്ങിനും ഇദ്ദേഹം വി മുരളീധരൻ അടക്കമുള്ളവരാണ് പോകുന്നത്. അപ്പോ അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗവുമായിട്ട്, ക്രിസ്ത്യൻ സഭകളുമായിട്ട് വളരെ അടുത്ത ബന്ധം പണ്ട് മുതലേ, അതായത് പാർട്ടി വരുന്നതിന് മുമ്പ് തന്നെ സജീവമായി നിലനിർത്തിക്കൊണ്ട് പോയ ഒരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി, എന്നാൽ ആരുടെയും ആളല്ല എന്നൊരു പ്രതിച്ഛായുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന് അതിന്റെ പാതകൾ കല്ലും മുള്ളും നിറഞ്ഞതാണോ പൂമത്തയാണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതിലോട്ടാണ് എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്. അതായത് BJPയുടെ ഒരുപാട് നേതാക്കളുണ്ട്. അതായത് ഈ BJP സംസ്ഥാന അധ്യക്ഷ പദവി സ്ഥാനം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന, ആഗ്രഹിച്ചിരുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പേര് ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഇപ്പോ ബിചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ MT രമേശിന്റെ പേര് നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഒരുപാട് പേരുകൾ BJPയുടെ കേട്ടു. ഇവരൊക്കെ നല്ല നേതാക്കന്മാരുമാണ്. ഇപ്പോ നേരത്തെ തന്നെ BJPയെ കുറിച്ച് പറയുന്ന ഒരു സിദ്ധാന്തം, ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ BJP ജയിക്കാൻ സാധ്യത ഉണ്ടായിട്ട് പോലും ജയിക്കാതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ താങ്കൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഇതേ ഡിബേറ്റ് BJPയെ കുറിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും എന്തുകൊണ്ട് ലഭിച്ചില്ല, ഉള്ള സീറ്റ് പോയല്ലോ എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ കളം ഒരുക്കുകയാണ് BJP നിലവിൽ എന്നാണ്. എനിക്ക് ആ വാക്ക് തന്നെയാണ് ഇപ്പോഴും ഓർമ്മയുള്ളത്. കള്ളം ഒരുക്കുകയാണ്. അതായത് ഇവിടെ BJPക്ക് ഒരു കളം ഒരുക്കുക, അതിനെ LDFനെ തുടരെ ഭരണത്തിലെത്തിക്കുക, ഭരണത്തിലെത്തിച്ച് ഇവരാരാണ് എന്നുള്ള ഒരു യഥാർത്ഥ മുഖം, ഇവരുടെ മുഖം, ഇവർ ഈ തുടർച്ചയായിട്ട് ഭരിച്ചാൽ എന്തുണ്ടാകുമെന്നുള്ളൊരു മുഖം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം BJP കൃത്യമായിട്ടുള്ള അവരുടെ പ്രിപ്പയർഡ് ആയിട്ടുള്ള നേതാക്കളെ BJP പുറത്തിറക്കുക, അവരുടെ ആവനാഴിയിലെ ഓരോ ബ്രഹ്മാസ്ത്രങ്ങളെ എടുത്ത് പ്രയോഗിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ BJPയുടെ നേതാവാണ്. MT രമേശ് BJPയുടെ വലിയ നേതാവാണ്. വി മുരളീധരൻ BJPയുടെ വലിയ നേതാവാണ്. അപ്പൊ ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ ഒരാളെ BJP ഇങ്ങനെ കൊണ്ട് ഇറക്കുമ്പോൾ BJP യഥാർത്ഥത്തിൽ ആ കളം ഒരുക്കി കഴിഞ്ഞ് BJP യഥാർത്ഥത്തിലുള്ള പണി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഇപ്പോ നമ്മൾ നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. പക്ഷെ ഇപ്പോ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഒരു കൊളാപ്സ്ഡ് ആയി കിടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. പണ്ട് LDF വിട്ട UDF വരും, UDF വിട്ട LDF വരും. പക്ഷെ ഇപ്പോൾ LDF തന്നെ തുടർച്ചയായി ഭരണത്തിലെത്തുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുമ്പോൾ BJPക്ക് പിടിക്കാൻ പറ്റുന്ന നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. നേരത്തെ ഒരു നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിലും സുരേഷ് ഗോപി മുന്നിലാണ്. അപ്പൊ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ചാൽ അത് ഇങ്ങോട്ടേക്ക് വരും. അതിന് നല്ലൊരു സംസ്ഥാന അധ്യക്ഷൻ വേണം. ആ സംസ്ഥാന അധ്യക്ഷൻ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, നല്ല റെപ്യൂട്ടഡ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത BJPയിലേക്ക് ഉണ്ടായതാണോ? ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ 2019 നിയമസഭാ മണ്ഡലത്തിൽ നിന്നപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് അദ്ദേഹം 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അപ്പൊ ആ ഒരു നിയമസഭാ മണ്ഡലം. ഇപ്പൊ കായംകുളത്ത് ബിചേട്ടൻ അറിയാലോ, അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 1ാമതെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ പല മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരം, പത്തനംതിട്ട, അങ്ങനെ BJP ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞത് അവർക്കൊന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അധ്വാനിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുന്ന ഒരു 10 നിയമസഭാ സീറ്റുകൾ ഇപ്പോൾ നിലവിൽ
കേരളത്തിലുണ്ട്. അത് ലക്ഷ്യം വെച്ചിട്ടാണോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നത്? അങ്ങനെ 10 പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ എന്താ പറയുക ഒരു സ്റ്റേച്ചർ മാറി എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റും. അപ്പോ അതിന് ഇനി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം. ഇനി ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല. ഇതുവരെ നിങ്ങൾ കളിച്ചിരിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഇനി കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഉത്തരേന്ത്യയിലെ BJP എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഇതിന്റെ പിറകിലുണ്ടോ? ധനുഷ്, ഇതിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാലേ, കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വർക്ക് അടുത്ത് കണ്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ശരിക്കും ഒരു കോർപ്പറേറ്റ് കമ്പനി എങ്ങനെയാണോ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വർക്ക്. അതിലൊരു മീഡിയ റൂം സെപ്പറേറ്റ് തുറന്നിരുന്നു. ഒപ്പം തന്നെ എല്ലാ ഭാഗത്തു നിന്നും ബൂത്ത് വൈസ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തിരുന്നു. ഇവരെ ആരൊക്കെ കാണാൻ പോകുന്നു ക്രോസ് ചെക്ക് ചെയ്യുന്നു, ഇവരെ കണ്ടോന്ന് തിരക്കുന്നു, ഇവരെ കോൾ ചെയ്യുന്നു. ഇതിനൊക്കെ പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല അദ്ദേഹം ആശ്രയിച്ചത്. അദ്ദേഹം പുറത്തുനിന്ന് അതിന് വേണ്ടിയിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ തന്നെ കൊണ്ടുവന്ന് നിർത്തി, സ്റ്റാഫുകളെ കൊണ്ടുവന്ന് നിർത്തി. ആ മേഖലയിൽ, അതായത് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത മേഖലയിൽ വിവിധ ഏജൻസികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരം ഏജൻസികളെ തന്നെ കൊണ്ടു നിർത്തിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് കൃത്യമായി തന്നെ ഇന്ന റൂട്ടിൽ ആരുണ്ടാകും വർക്ക് ചെയ്യാൻ, എന്താണ് അവർ എത്ര വീട്ടിൽ കയറി എന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ വർക്ക് ചെയ്യുകയും അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ഈ പോലീസിന്റെയും മറ്റും ലഭ്യമായിട്ടുള്ള അവരുടെ ഒരു അവലോകനം ഉണ്ടായിരുന്നു. ആ അവലോകനത്തിന്റെ കണക്കും ശ്രീ VV രാജേഷുമായിട്ട് ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കും തുല്യമായിരുന്നു. അതാണ് 15,000 വോട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് VV രാജേഷ് ചോദിച്ചത്, നിങ്ങൾ പറഞ്ഞത് ഈ 15,000 വോട്ട്, ഞാൻ പറഞ്ഞു തോറ്റാലും ജയിച്ചാലും 15,000 വോട്ടിനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കണക്കൂട്ടലും കൃത്യമാണ്. എങ്ങനെയാണ് ഈ കണക്കൂട്ടലിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിരുന്നു. അവിടെയും അല്പം വോട്ട് ചോർച്ച, അതായത് വോട്ട് ചെയ്യിക്കാനായിട്ട് ആളുകൾ എത്താതെ പോയ സ്ഥലം ഈ വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും ഒക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവിടെ കൂടെ ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ, കാരണം 15,000 വോട്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 7,500 വോട്ട് മാറിക്കഴിഞ്ഞാൽ ആള് ജയിച്ചേനെ. അപ്പം അത്രേ വോട്ട് അവിടുന്ന് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ അന്ന് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു. ആ മാതൃകയിൽ ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞെങ്കിൽ BJPക്ക് ജയിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൂടെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ഈസി ആയിട്ട് ജയിച്ച് കയറാൻ പറ്റും. 10-12 സീറ്റുള്ളവർക്ക് ഈസി ആയിട്ട്, നിലവിൽ തന്നെ 11 സീറ്റിൽ അവർ 1ാം സ്ഥാനത്താണ് കേരളത്തിൽ ഈ പാർലമെന്റ് വെച്ച് നോക്കുമ്പോൾ. 12 സീറ്റുകൾ കഴിയും. അവരുടെ കണക്കൂട്ടിൽ 20 സീറ്റ് എന്നാണ്. ഒരുപക്ഷെ 20-നടുത്തെങ്കിലും ഒക്കെ എത്താൻ ആഞ്ഞു പിടിച്ചാൽ നടക്കും. പക്ഷെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഹാർഡ് വർക്ക് അല്ലാതെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. രാപകല് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഇനിയിപ്പം കഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറിക്കോളും. കാരണം വലിയ വ്യത്യാസമില്ല, ഒരു 6 മാസത്തെ വ്യത്യാസമേ വരുന്നുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തെ വ്യത്യാസത്തിനായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്തുകൊണ്ടും ഒരു പുതിയ തലമുറ, പുതിയൊരു മുഖം, പുതിയ സിസ്റ്റം, ബാക്കിയെല്ലാം മാറ്റിവെച്ച്, ഗ്രൂപ്പിസം മാറ്റിവെച്ച്, ജാതിയും മതവും മാറ്റിവെച്ച് ഒന്നിച്ചൊന്നായിട്ട് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാമെങ്കിൽ, ഇനി അദ്ദേഹത്തിന്റെ ടീം ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഇത് നല്ല ശുഷ്കാന്തിയുള്ള നല്ല മിടുക്കന്മാരായ ഒരു ടീമും കൂടെ ആണെങ്കിൽ നന്നായിട്ട് പോകാൻ പറ്റും. അതിനനുസരിച്ച് തന്നെ അവരുടെ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ സജീവമായാൽ അവർക്ക് പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ പറ്റും. പല പഞ്ചായത്തുകളും അവരുടെ കയ്യിലേക്ക് ഇരിക്കും. പിന്നെ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഈ അടുത്ത കാലത്ത് കണ്ടൊരു നല്ല ഗുണം, ഇപ്പൊ BJPയുടെ നേതാക്കന്മാരാരും സോഷ്യൽ മീഡിയയിൽ കൂടെ പരസ്പരം ചെളിവാരി അറിയാനോ കുത്തുവാക്കിടാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ കണക്ക് ഒരാൾ വരട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജനം പുതിയതായിട്ട് വരുന്ന യുവതലമുറ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവരെയാണ് എന്ന് കരുതി BJPയിലുള്ള നേതാക്കന്മാരാരും മോശക്കാരാണെന്നുള്ള, എല്ലാവരും മികച്ച നേതാക്കൾ തന്നെയാണ്. കാരണം ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അവരുടെ ഭാവി ഇരുളടപ്പിക്കുന്ന കാര്യം തന്നെയായി മാറിയെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. കാരണം അവര് ഇപ്പോഴത്തെ നിലയിൽ അവര് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാൽ പുട്ടുപോലെ ജയിക്കും. അങ്ങനെ ജയിക്കാൻ എല്ലാ സാധ്യതയുമുള്ള ആ നേതാവിന് ഒരു സംസ്ഥാന അധ്യക്ഷയാക്കിയാൽ അവര് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടിക്കൊണ്ടിരിക്കണം. ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയായിരിക്കും കായംകുളം മാത്രം ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് എല്ലാവരും. അപ്പം ആ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ പോസ്റ്റിലേക്ക് ഇടാൻ. ശരിയാണ്, ശോഭാ സുരേന്ദ്രൻ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്, ക്രൗഡ് പുള്ളറാണ്. പക്ഷെ അവർ നിൽക്കുന്നിടത്തൊക്കെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞാൽ അവരെ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള കപ്പാസിറ്റി ആ നേതാവിനുണ്ട്. അണികളും ബാക്കിയുള്ളവരോട് പ്രവർത്തിച്ച ഈസി ആയിട്ട് നടക്കും. അതുപോലെ തന്നെയാണ് MD രമേശ് മികച്ച സംഘാടകനാണ്. അദ്ദേഹത്തിനൊക്കെ അധ്യക്ഷ പദവിയിലേക്ക് വരാം. ഒരുപക്ഷെ ഞാൻ കരുതിയത് MD രമേശിനോ V മുരളീധരനോ വരും എന്നാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പേരും പരിഗണിക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ വന്നിരിക്കുന്നു.
അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു കെട്ടുറപ്പിൽ അത് മുമ്പോട്ട് പോട്ടെ. BJP വരും കാലങ്ങളിൽ എന്തായാലും 2026 ഒരുപക്ഷെ ധനുഷ് പറഞ്ഞ കണക്ക് LDF വീണ്ടും വന്നേക്കാം. കാരണം അതെ BJPക്ക് ഇപ്പോൾ കോൺഗ്രസ് വരണമെന്ന് ഒരു താല്പര്യവും ഇല്ല, LDF-നോട് തന്നെ താല്പര്യം. അവരൊരിക്കൽ കൂടി വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് 2026-ഉം 5-ഉം 2031 ആകുമ്പോഴേക്കും BJPക്ക് പുതിയ മുഖങ്ങൾ വരട്ടെ, പുതിയ പ്രതിപക്ഷം. അപ്പോഴും നമ്മൾ ഭരണത്തിൽ വരുമെന്ന് പറയുന്നില്ല, പ്രതിപക്ഷമായിട്ട് BJP മാറും എന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ 36-ലോ 37-ലോ ഒക്കെ BJP കേരളം ഭരിക്കുന്ന ഒരു കാലം വിദൂരമല്ല. ഇവരെ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ താമസമൊന്നും ഉണ്ടാകത്തില്ല ഭരണപക്ഷമാകാൻ. 31-ലെ BJPയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അവർ പ്രതിപക്ഷത്തെക്കാണാണ് വന്നിരിക്കുന്നതെങ്കിൽ പതുക്കെ ചുരണ്ടാൻ തുടങ്ങും. ആദ്യത്തെ 1-2 വർഷം കഴിയുമ്പോൾ ഈ ഭരണപക്ഷത്തെ പിടിച്ച് താഴെ ഇട്ടിട്ട് അവർ കയറുന്ന ഒരു പതിവ് അവർക്ക് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. എങ്കിലും 31 കൂടിയൊക്കെ അവരൊരു ശക്തമായ നിലയിലേക്ക് എത്തും. കുറഞ്ഞ പക്ഷം കേരളത്തിലെ പ്രതിപക്ഷമാകും എന്നാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹം ഉള്ളത്, അതായത് BJPയിൽ കെ സുരേന്ദ്രൻ ഇരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇതുപോലെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരുപാട് പ്രഗത്ഭർ BJPയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം അവരൊക്കെ മടുത്ത് പിന്മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഉദാഹരണം ജേക്കബ് തോമസ് ഉണ്ടായിരുന്നു, TP സെൻകുമാർ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് നമ്മുടെ ശ്രീധരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ട്, മേജർ രവി ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്കൊരു എന്താ പറയാ, അവർക്കൊരു സ്ഥാനം കിട്ടാതെ പോയി എന്നുള്ളതാണ്. അത് BJP നേതൃത്വത്തിന്റെ ഒരു കഴിവുകേടായിട്ട് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആൾക്കാരെ തന്നെ പല മേഖലകളിൽ ഇട്ടുകൊണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ കുറച്ചുകൂടെ ഗംഭീരമായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറും ഒരു സ്റ്റേച്ചറും വേറെയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വെച്ചിട്ട്. താങ്ക് യു സോ മച്ച്.